ഹലോ, എനിക്ക് ചെറിയൊരു അപ്ഡേറ്റ് നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ UPSC ആൻഡ് PSC പ്രിപ്പറേഷൻ ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നതെന്ന്. PSC ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടാണ്. ഞാൻ UPSC പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ PSC കാര്യമായിട്ട് പ്രിപ്പറേഷനൊന്നും മുന്നേ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഈ തവണ ഡിഗ്രി ലെവൽ പ്രിലിംസ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ UPSC നോളജൊക്കെ വെച്ചിട്ടൊക്കെ ആയിരുന്നു ഞാൻ ആ എക്സാം പോയിട്ട് അറ്റൻഡ് ചെയ്തത്. പിന്നെ പ്രൊവിഷണൽ ആൻസർ കീയും ഇപ്പോൾ ഫൈനൽ ആൻസർ കീ ഔട്ടായിട്ടുണ്ട്. എല്ലാം നോക്കിയപ്പം 2-3 പോസ്റ്റൊക്കെ കട്ട് ഓഫ് ക്ലിയർ ആവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പ്രിലിംസ് കഴിഞ്ഞപ്പോൾ മുതലുള്ള എൻ്റെ ഏറ്റവും വലിയ ടെൻഷനാണ് ഇനി ഞാൻ എന്താ പഠിക്കുക, ഇനി എങ്ങനെയാണ് പഠിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ PSC ഫീൽഡിലോട്ട് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നും അറിയില്ല ഇതിനെ പറ്റിയിട്ട്. ബുക്സിൻ്റെ ആണെങ്കിലും ബുക്സ് അവൈലബിലിറ്റി ആണെങ്കിലും ഏതൊക്കെയാണ് റിസോഴ്സസ് നോക്കേണ്ടത്, എവിടെ നിന്നാണ് നോക്കേണ്ടത്, എത്രത്തോളം നോക്കണം, ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നല്ലത്, ഒന്നും അതുപോലെ എനിക്ക് അറിയണ്ടായില്ല. അങ്ങനെ ഞാൻ ഒരു ദിവസം യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കാണുന്നത്. അവരുടെ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നത്, ഫ്രീ മെയിൻസ് കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസിന്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെങ്കിൽ നല്ലതല്ലേ എന്ന് ഓർത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ പേര് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് സഹകാരി PSC എന്നാണ്. ഞാൻ ഇവരൊരു വീഡിയോ കണ്ടു, ഇതുപോലെ ഫ്രീ ആയിട്ട് മെയിൻസ് കോച്ചിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ സത്യത്തിൽ സ്കാം ആണെന്നല്ല കരുതിയത്. കാരണം ഫ്രീ ആയിട്ട് മെയിൻസ് കോച്ചിങ് അങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വീഡിയോ മൊത്തം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് സ്കാം ഒന്നുമല്ല, അവർ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന്. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു, അവരെ കോഴ്സിൽ ജോയിൻ ചെയ്തപ്പം ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ ജോയിൻ ചെയ്യുമ്പോഴും വിചാരിക്കുന്നത് ജസ്റ്റ് ക്ലാസ്സസ് കിട്ടുമായിരിക്കും, അങ്ങനെയാണ്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. നമുക്ക് നോർമൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് എങ്ങനെയാണോ, ഞാൻ PSCക്ക് ജോയിൻ ചെയ്തില്ലെങ്കിലും UPSC ഞാൻ ഓൾറെഡി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് എവിടെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. നമ്മളപ്പം ഫീ കൊടുത്തിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ ഫ്രീ ആയിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെയിലി ക്ലാസ്സസിന് ശേഷം ഒരു ചെറിയ എക്സാം ഉണ്ട്, ആപ്പിൽ എക്സാം അവൈലബിൾ ആണ്. പിന്നെ വീക്ക്ലി ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ മന്ത്ലി ടെസ്റ്റും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു സ്ട്രക്ചേർഡായ മാനറിലാണ് ക്ലാസ്സസും എക്സാംസും എല്ലാം പോകുന്നത്. പിന്നെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവർ മെൻറ്റർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് നല്ല കാര്യമായിട്ട് തോന്നി. കാരണം ഒരു ഫ്രീ ബാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എവിടെയും കോംപ്രമൈസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെപ്പോലെ PSCയിലോട്ട് പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പം ഫീ കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യമുള്ള കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓൾറെഡി അറിയാത്തവരുണ്ടെങ്കിൽ സഹകാരി PSC ആണ്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നടത്തുന്നത്. ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഒന്ന് കൊടുത്തേക്കാം. ഞാൻ പിന്നെയും പറയുകയാണ്, ഇത് പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഓൾറെഡി മുന്നേ കോച്ചിങ്ങൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണ്, പക്ഷേ ഇപ്പം കോച്ചിങ് എടുക്കുന്നില്ല, സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് യൂസ്ഫുൾ ആവും. കാരണം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പറ്റുന്ന സമയത്ത് മാക്സിമം ഒന്ന് നോക്കുക. നമുക്ക് ലക്ഷ്യം എന്ന് വെച്ചാൽ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണല്ലോ. അതിനൊപ്പം ക്വാളിറ്റി ആയിട്ട് മെറ്റീരിയൽസും ക്ലാസ്സസും എല്ലാം എവിടെ കിട്ടുന്നുണ്ടോ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. എല്ലാവരും എക്സാംസിനൊക്കെ വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഹാപ്പി ലേണിംഗ്.